നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റമദാനിൽ കുവൈറ്റ് ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ സമയക്രമീകരണം പെരുന്നാളിന് ശേഷവും തുടരും. അതായത് സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ ഷിഫ്റ്റ് സമ്പ്രദായം പെരുന്നാളിന് ശേഷവും തുടരുമെന്ന സിവിൽ സർവീസ് കമ്മീഷൻ CSE സുപ്രീം ട്രാഫിക് കൌൺസിലിനെ അറിയിച്ചിരിക്കുകയാണ്. ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും ജനങ്ങൾക്ക് കൂടുതൽ സമയം സേവനം ലഭ്യമാക്കുന്നതിനുമായി റമദാനിൽ ജോലി സമയം 3 ഷിഫ്റ്റുകളാക്കി മാറ്റിയിരുന്നു. ഇതിന് സാധിച്ചില്ലെങ്കിൽ ജോലി സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയാക്കുന്നതും പരിഗണനയിലുണ്ട്. 3 ഷിഫ്റ്റുകളാക്കിയ സമയം ഇങ്ങനെയായിരുന്നു: രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 6 മണി വരെ, വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ എന്നിങ്ങനെയാണ്. ഓരോ മന്ത്രാലയത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച് ജോലി അനുയോജ്യമായ വിധത്തിൽ സമയം ക്രമീകരിക്കാം. ഇത് സംബന്ധിച്ച് ആഭ്യന്തരം, ധനകാര്യം, പൊതുമരാമത്ത്, വൈദ്യുതി, ജലം എന്നീ മന്ത്രാലയങ്ങളും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നീ വകുപ്പ് മന്ത്രിമാരും ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ കുവൈത്തിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏപ്രിൽ 21 വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ 25 ചൊവ്വാഴ്ച വരെ അവധിയായിരിക്കും. വാരാന്ത്യ അവധികൾ ഉൾപ്പെടെ തുടർച്ചയായി 5 ദിവസം അവധിയാണ് രാജ്യത്ത് ലഭിക്കുക. അവധി കഴിഞ്ഞ് ഏപ്രിൽ 26 ബുധനാഴ്ച മുതലായിരിക്കും ഓഫീസുകൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. അതേസമയം കുവൈത്തിൽ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഭരണഘടനാ കോടതി കഴിഞ്ഞ ദിവസം പുനഃസ്ഥാപിച്ച പാർലമെന്റിനെയാണ് കിരീടാവകാശി പിരിച്ചുവിട്ടത്. രാജ്യത്ത് അടുത്ത മാസം പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അറിയിച്ചു. രാജ്യത്ത് പുതിയ തിരഞ്ഞെടുപ്പ് വേണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ഇത് നിറവേറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. 2020 പാർലമെന്റിനെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് കോടതി കഴിഞ്ഞ മാസം ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2022 സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിനെ അസാധുവാക്കിക്കൊണ്ടായിരുന്നു ഇത്. കോടതി തീരുമാനം റദ്ദാക്കിയാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ കിരീടാവകാശി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.